ഈ വഴി എല്ലാവർക്കും സുപരിചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ കുറേ നാൾ മുമ്പേ അനൂപിൻ്റെ ഈ വഴിയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനൂപിന് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അനൂപിൻ്റെ വാടക വീട് അപ്പുറത്താണ്. ഈ വഴിയാണ് അനൂപ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ അവൻ്റെ വീൽ ചെയറിൻ്റെ റിപ്പയർ ചെയ്യാനായിട്ട്, വീൽ ചെയറിന് ഒരു പടുത് ചെയ്യാനായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഈ വഴിയുടെ കാര്യങ്ങളും വീടിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് നല്ല മനസ്സുകൾ വന്ന് അനൂപിനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ അനൂപിന് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു, വസ്തുവില്ലായിരുന്നു. അങ്ങനെ വസ്തുവായി, വീടായി. നമ്മുടെ ബെന്നിച്ചായ മനോജ് സാറ്, അതേപോലെ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ്. അപ്പം അനൂപിന് കിണറിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബെന്നിച്ചായനാണ് ഹെൽപ്പ് ചെയ്ത് കിണർ റെഡിയാക്കി. പിന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് വാക്കും കൊടുത്തിട്ടാണ് ബെന്നിച്ചായൻ പോയത്. അതേപോലെ നമ്മുടെ MED ഡിപ്പാർട്ട്മെൻറ്റിലെ മനോജ് സാറ്, സജിത് സാറ്, അവരെയൊക്കെ അവരൊക്കെ മുന്നോട്ട് കടന്നു വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അനൂപിന് ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റിയത്. ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ അനൂപിൻ്റെ വീടിൻ്റെ വാർപ്പാണ്. അനൂപ് വീട്ടിലുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് വെള്ളമൊക്കെയാണ്. അപ്പോൾ അനൂപിൻ്റെ വീൽ ചെയർ ഓടി പോകത്തില്ല. ഞാൻ കാറുമായിട്ടാണ് വന്നത്. പറ്റുവാണെങ്കിൽ അനൂപിനെ കൂടെ കാറിൽ കൊണ്ടുപോകണം. റെഡി ആയില്ലയോ? റെഡി ആയി കിടക്കുവാന്നോ? ഇല്ലയോ? ഞാൻ വണ്ടിയായിട്ടാ വന്നേ. എവിടാ? ഞാൻ അങ്ങോട്ട് പോയില്ല. ഞാൻ അനൂപിനെ കൂടെ കൂട്ടിക്കൊണ്ടൊക്കെ പോകാന്ന് വിചാരിച്ചു. അനൂപ് മേക്കപ്പില്ല കേട്ടോ. അതെ താടി അടിപൊളിയാ കേട്ടോ. എന്തിനാ താടി വെട്ടുന്നേ? താടിയൊന്നും വെട്ടണ്ട. താടി അടിപൊളിയാ. താടി ഇല്ല എന്ത് രസമാ. സ്റ്റൈല് വെട്ടിയാ മതി. വെട്ടൊന്നും വേണ്ട. ഇച്ചിരി മുടിയൊക്കെ വളർത്ത്. നമ്മുടെ തലച്ചോറിന്റെ വേരാ മുടി. അത് വളർത്താനുള്ളതാ. അവര് ഇത് ഇനി കൊടുക്കുന്നില്ല, വാടക കൊടുക്കുന്നില്ലെന്നോ? നിങ്ങൾ ഒഴിഞ്ഞിട്ട് നിർത്താൻ പോയത്. ഈ ഒരു ഇതുണ്ടോ ആ ഓടിന്റെ ഇതിന്റെ ചേർന്നിരിക്കുന്ന ഭാഗമില്ല. അനൂപ്പം നിൽക്കുന്ന വീടാ കേട്ടോ. വീടിന്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഫുള്ള് മഴയായതുകൊണ്ട് ഫുള്ള് ചോർച്ചയാണ്. ചോർച്ചയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചോർച്ചയാണ്. എത്രയും പെട്ടെന്ന് അനൂപിന്റെ വീട് പൂർത്തിയാക്കി എങ്ങനെയെങ്കിലും ഒന്ന് താമസം അങ്ങോട്ടൊന്ന് മാറിയാൽ മതി. ഈ ഓടെല്ലാം പൊട്ടിച്ചോരുവാണ്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അനൂപ് ഇപ്പം താമസിക്കുന്ന വീട്. എല്ലാം റെഡിയാവും അനൂപ്. എത്ര ആയില്ലേ? നമുക്ക് വാർപ്പ് വരെ ആയില്ലേ? ഇനിയിപ്പോ പെട്ടെന്ന് എല്ലാം ഒന്ന് കഴിഞ്ഞ് റെഡിയാവും. വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഒന്നേ തുടങ്ങിയത് വാർപ്പ് വരെ ആയില്ലേ? ഇനി ബാക്കി എല്ലാം ആവും. എല്ലാം ദൈവം തമ്പുരാൻ തരും. അതെ വിചാരിച്ചാണ്. ഇങ്ങനെ പ്രതീക്ഷ പോലും. അതാ ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അനൂപിനൊപ്പം. ഉടനെ ഓണത്തിന് മുമ്പേ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ആഗ്രഹം അതാണ്. ഓണത്തിന് മുമ്പേ അനൂപിന് താമസമാകണമെന്ന്. ഇപ്രാവശ്യം മഴയുടെ ഒരു ബുദ്ധിമുട്ട് അനൂപിനെ ശരിക്കും ബാധിച്ചില്ല. ലോട്ടറി ആയിട്ട് പോകാനും പറ്റുന്നില്ല. മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് ഈ വഴി മോശമല്ലേ. മഴയാകുമ്പോ ചെള്ളയാവും. പിന്നെ പിടിച്ച വണ്ടിയെ കിട്ടി പോവാൻ പറ്റില്ല. നമുക്ക് ഇറങ്ങാം. അങ്ങോട്ട് പോവാം. ഒരു വന്ന് കാണത്തില്ലേ? നമുക്ക് ഇറങ്ങാം. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അനൂപിന് ഈ ടോപ്പിലെ ഒരു പടുത ചെയ്ത് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അനൂപിൻ്റെ വീൽ ചെയർ ഇതായിരുന്നു. അപ്പം വെയിലും മഴയും കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു സാധനം ഇതാ. അങ്ങനെയാണ് നമ്മൾ അനൂപിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. എത്രയും വേഗം അനൂപിനെ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി അവൻ്റെ സ്വന്തം വീട്ടിലോട്ട് സൗകര്യാർത്ഥം മാറാൻ ദൈവം സഹായിക്കട്ടെ. പോയോ? ഇതിൻ്റെ ഈ വണ്ടിയുടെ ഫ്രണ്ട് ടയർ വില മതിക്കുന്ന ഒരു ടയറാണ് എൻ്റെ ഫ്രണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ടയർ പോയി ആകപ്പാടെ കുറേ നാൾ ഈ റോഡിൽ കൂടെ ഓടുന്ന കാരണം ഈ ടയർ പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ ആ ടയർ പോയിട്ട് ഇതേപോലെ ആരായിരുന്നു അന്ന് സ്പോൺസർ ചെയ്ത ടയർ? ഡാനിയൽ സാറില്ലേ? സ്കൂൾ ഗ്രൂപ്പ് മുഖേന ടയർ സ്പോൺസർ ചെയ്ത് അങ്ങനെ ടയർ മാറിയതാണ്. ഒരു വർഷം കഴിഞ്ഞോ? ഇപ്പൊ വീണ്ടും ടയറെല്ലാം മോശമായി.
എത്രയും പെട്ടെന്ന് റെഡിയാവുമല്ലോ. ഇതേ അന്ന് ഞങ്ങൾ വന്നപ്പം വണ്ടി നമ്മുടെ ഇപ്പം വണ്ടി വെളിയിലിട്ടേക്കുന്നത്. അന്ന് നമ്മൾ വണ്ടിയായിട്ട് അനൂപിൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നപ്പം വേണ്ട അവിടെ ഈ വസ്തുവിലായിരുന്നു നമ്മൾ വണ്ടി ഇട്ടത്. ഇന്നവിടെ വീടായി. പിന്നെ നമ്മളതുകൊണ്ട് ഇന്ന് വണ്ടി വെളിയിലിട്ടെ. പക്ഷേ അനൂപിൻ്റെ വീട് ഇതുവരെ റെഡി ആയിട്ടില്ല. ഒരുപാട് താമസം എടുത്ത്. എത്രയും പെട്ടെന്ന് ആ വീടൊന്ന് തീർന്നാൽ മതിയായിരുന്നു. അപ്പം പണിയുന്ന ആൾക്കാരൊക്കെ കൂടെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കി ആ വീട് പണി എത്രയും പെട്ടെന്ന് തീർക്കണേ. അവരായിട്ട് നമ്മൾ വീഡിയോ ചെയ്തത് നമ്മൾ ഇവിടെ നിന്നുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ആ നിന്നെടുത്ത് ഇപ്പോൾ ഒരു വീടായി. അനൂപിൻ്റെ വീട് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം വർക്ക് ചെയ്യുന്നവരും അപ്പോൾ അതിൻ്റെ കോൺട്രാക്ടർമാരും ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കിയ വലിയ ഉപകാരമായിരിക്കും. അനൂപിൻ്റെ വണ്ടിക്ക് നമ്മുടെ വണ്ടിയെക്കാട്ടി സ്പീഡാണെന്ന് തോന്നുന്നു. നമ്മൾ ആ വീടിൻ്റെ കാര്യം പറയാൻ പോയപ്പോഴത്തേക്ക് അനൂപിനെ കാണാനില്ല. അനൂപ് മുന്നോട്ട് പോയതാ അതോ നമുക്ക് വഴി തെറ്റിയതാണോ ഒരു പിടിയും കിട്ടുന്നില്ല. അനൂപിൻ്റെ ചെറിയ വണ്ടിയാണെങ്കിലും സ്പീഡിന് കുറവൊന്നുമില്ല കേട്ടോ. നമ്മളെ വണ്ടി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അനൂപ് ഇവിടെ എത്തിയത് അറിഞ്ഞതുപോലെ ഇല്ല. എന്നിട്ട് എന്താ അനൂപേ എന്താ പറ്റി? അനൂപ അതുവഴി വണ്ടി പോകത്തില്ലയോ? വണ്ടി ഞാൻ പറയാം, ഞാൻ വണ്ടി ഒതുക്കിയിട്ടെ. വാ ഇതുവഴിയാ പോകുന്നേ. അങ്ങ് ആ വഴി ഫുള്ള് വെള്ളമാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഓടിപ്പോകാൻ. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാതെ പറ്റത്തില്ല. അനുവിന് വണ്ടി ഉണ്ടെല്ലോ ആ സ്ഥലത്തോട്ട് അങ്ങോട്ട് പോകാനൊക്കെ പറ്റത്തുള്ളൂ. നമുക്ക് ഫുള്ള് പോകുന്നിടം വരെ വണ്ടി എത്തത്തൊന്നുമില്ല, കാരണം അത് കയറ്റിയാൽ. ഇവിടെ ഇത്രയേ ഉള്ളൂ മോശം. ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുവഴി ഈ വണ്ടി ഓടിപ്പോവും. വലത്തോട്ട് പിടി, അവിടെ ചെള്ളയില്ല. പുള്ളി ഞാൻ തള്ളിത്തരാം, തരുത്ത കേട്ടോ. ഇത്രയും ചെളി കിടക്കുക, അതിനകത്ത് ചെളി വെള്ളം, അതിനകത്തൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ. കുറച്ച് സ്ഥലമുള്ളു. നമുക്ക് കാറിൽ അപ്പുറത്തോട്ട് വിടായിരുന്നു. കാറിലോട്ട് കയറ്റി ഇറക്കുന്നതും അനൂപിന് വളരെ ബുദ്ധിമുട്ടാണ്. ഒരാളെടുത്ത് കയറ്റുന്നത് തന്നെ വളരെ പേടിയാണ് അനൂപിന്. അപ്പം എന്തായാലും നമ്മൾ കുറച്ച് സ്ഥലം ഇത്രയും ഹെൽപ്പ് ചെയ്താൽ മതി, അങ്ങ് പൊയ്ക്കോളും. അത്രയും സ്ഥലമുള്ള വെള്ളം. ഓക്കെ അല്ലേ അനൂപേ? ഞാൻ വണ്ടി എടുത്തിട്ട് വരട്ടെ. പോവാം. ഇങ്ങനെയുള്ള വഴികൾ ഒരു സാധാരണ വാഹനം ഓടിച്ചു പോകുന്നവന് എങ്ങനെയെങ്കിലുമൊക്കെ പോകാം. പക്ഷേ ഇതേപോലെയുള്ള ആൾക്കാരും ഉണ്ട്, നമ്മൾ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്തായിരിക്കും? ഇങ്ങനെയുള്ള റോഡുകൾ ഇതൊക്കെ ഒരു പരിധി വരെയെങ്കിലും ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ നല്ലതായിരിക്കും. പല പല രാഷ്ട്രീയക്കാർ വന്നു പോകുന്നു, എന്നിട്ടൊന്നും റോഡിനൊന്നും യാതൊരു മാറ്റങ്ങളും വരുന്നില്ല. വലിയ വലിയ വികസനങ്ങൾ മാത്രമേ ഉള്ളൂ, ചെറിയ വികസനങ്ങളൊന്നും നടക്കുന്നില്ല. അനൂപ് അവിടെ കുടുങ്ങി ഇതേ ഈ റോഡിൽ. വീലെല്ലാം പോകി. വീൽ ചെയ്ത് നിൽക്കുവാണോ? നിൽക്കി ഇവിടെ താത്ത തരണം ഇല്ലയോ? പുറകെ മതിയോ? പോട്ടെ. അനുവിൻ്റെ വീട്ടിലോട്ടുള്ള വഴിയും വളരെ ബുദ്ധിമുട്ടാണല്ലോ ദൈവമേ. അങ്ങനെ നമ്മുടെ അനൂപിൻ്റെ വീട് പണിയുന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. അവിടെയും കുറച്ച് വെള്ളം ഉണ്ടാക്കി കയറുന്ന ഭാഗത്ത് ഇറങ്ങണമെന്ന് തോന്നുന്നു. നോക്കട്ടെ. നിൽക്കി ഞാനിവിടെ വന്നിട്ട് പോയാൽ മതി. വണ്ടി ഇവിടെ കിടന്നോട്ടെ. വണ്ടി വേറെ വരുത്തൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ. ശരി. പതുക്കെ പോയാൽ മതി. പതുക്കെ. നമ്മൾ പോയി നോക്കാം. ആ ചെരുപ്പ് കയറി വരണം കുരിങ്ങി.
അനൂപിന് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഈ കിണർ സെറ്റ് ചെയ്ത് കൊടുത്ത നമ്മുടെ ബെന്നിച്ചാനാണ്. ഇപ്പം വീടിൻ്റെ പണി ഏകദേശം ഈ റേഞ്ചോളം ആയിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കയറി കാണാം. ഇതെല്ലാം സപ്പോർട്ടോട് നിർത്തിയേക്കുന്നതുകൊണ്ട് ഇതേ വല്ലതും മുട്ടുമെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. വളരെ 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 അധികം സന്തോഷം തോന്നുന്നു. ഇത്രയായില്ലേ. അനൂപിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടു കൂടിയാണ് നമ്മുടെ ഈ വീട് നിർമ്മിക്കുന്നത്. ഇത് പാലക്കാട്ടുള്ള ഒരു ട്രസ്റ്റാണ് ഈ വീട് പണി ഏറ്റെടുത്ത് അനൂപിന് ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ രാവിലെ നമ്മളെ മഴ നിരുത്സാഹപ്പെടുത്തുകയാണ്. രാവിലെ തന്നെ നല്ല മഴ. സിമെൻറ്റും എല്ലാം വെച്ച് മറച്ച് വെച്ചിരിക്കുകയാണ്. പെയ്ത് തോർന്ന് മാറുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അനൂപ് നേരെ നോക്കിയിട്ടൊക്കെയാണ് വീട് വെച്ചേ തുടങ്ങിയത്. നോക്കിയതാണോ? അപ്പോൾ അതിലൊന്നും കാര്യമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായോ? അനൂപ് നേരമൊക്കെ നോക്കി വീട് വെച്ചത്. അപ്പം ഞാനും ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരവും നോക്കിയിട്ടില്ല, കാലവും നോക്കിയിട്ടില്ല, വാസ്തു ഒന്നും നമ്മൾ നോക്കിയല്ല ചെയ്തത്. അതൊക്കെ ഒരത്ര വിശ്വാസമാണ്. ഇതിനൊരു കണക്കല്ലേ, കണക്ക് പ്രകാരം നമ്മളും ചെയ്തു. അത് വേറെ കാര്യം. അനൂപിനെല്ലാം മുടക്കും. രാവിലെ വാർപ്പായിട്ട് ഭയങ്കര മഴ. അതൊക്കെ റെഡിയാകും, സങ്കടപ്പെടണ്ട. അങ്ങനെ കമ്പിയുടെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മിക്സർ കയറ്റിയാൽ മതി. വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. മഴ പെയ്താൽ അവസ്ഥ ഇതാണ്. ആർക്കെങ്കിലും വല്ല വേസ്റ്റോ മണ്ണോ വല്ല അടിച്ച് ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അനൂപിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. വണ്ടി എടുത്തിട്ട് വരട്ടെ അനൂപേ? ഇവിടെ കുറച്ച് വേസ്റ്റ് അടിച്ച് പൊക്കാമെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? ഇത് റെയിൽവേയുടെ ആണോ വഴി? റെയിൽവേയുടെ അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലയോ? വൃത്തിയാക്കുന്നതിന് കുഴപ്പമില്ലായിരിക്കും ഇല്ലയോ? വീടിൻ്റെ വാർപ്പ് വരെയായി ഏകദേശം. ഇനിയും കുറച്ച് ബാക്കിയുള്ള പണികളൊക്കെ അറിയാമല്ലോ, നമുക്ക് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുള്ളൂ ഇനി എന്തൊക്കെ വർക്കുകളുണ്ടെന്ന്. ആ വർക്കുകളൊക്കെ എത്രയും പെട്ടെന്ന് തീർന്ന് അവനോട്ട് താമസം മാറട്ടെ. ഇതിന് മുന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് ഒരു എത്ര പേരെടുത്ത് പറയാൻ എനിക്ക് പേരറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തന്നെ ആയാലും അവർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഇങ്ങനൊരു വ്യക്തി കാരണമല്ലേ, അവന് നമ്മളെപ്പോലെ ജോലിയെടുത്ത് അങ്ങനെ ജീവിക്കാനൊന്നും പറ്റുന്ന ഒരാളല്ല. എങ്കിൽ തന്നെ അവൻ്റെ കഴിവിനനുസരിച്ച് അവനെ കൊണ്ട് പറ്റുന്ന ജോലിയും ഒക്കെ ചെയ്ത് അവൻ മുന്നോട്ട് പോകുന്നുണ്ട്, കുടുംബം പുലർത്തുന്നുണ്ട്. അവനൊരു കൂര ആവശ്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവൻ ആ കൂര റെഡിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.